പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചിരിക്കുകയാണ്. വലിയ ആകാംക്ഷയുടെ നിമിഷങ്ങളിലൂടെയാണ് ഇന്നലെ ഗ്രാൻഡ് ഫിനാലെ കടന്നുപോയത്. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള അനുമോൾ ആയിരിക്കുമോ അതോ സാധാരണക്കാരുടെ പ്രതിനിധി എന്ന് സോഷ്യൽ മീഡിയ ആഘോഷിച്ച അനീഷ് ആയിരിക്കുമോ വിജയ് എന്നതായിരുന്നു ആകാംക്ഷ. വിജയായത് നടിയും മോഡലും എല്ലാമായ അനുമോളായിരുന്നു. റണ്ണറപ്പായത് അനീഷാണ്. അനുമോളാണ് വിജയിക്കുക എന്നത് നേരത്തെ പ്രവചിക്കപ്പെട്ട ഒന്നായിരുന്നു. ഈ സീസണിലെ PR കളികൾ പുറത്തു വന്നപ്പോൾ തന്നെ അനുമോൾ ആയിരിക്കും വിജയിക്കുക എന്നത് BB പ്രേക്ഷകർക്ക് ഏകദേശം ഉറപ്പായിരുന്നു. മോഹൻലാൽ വിജയി പ്രഖ്യാപിച്ച ശേഷം സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അനുമോൾക്കും PR-നും എതിരെയുള്ള കമന്റുകളാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ അനുമോൾ വിജയായിരിക്കെ പല അഭിപ്രായങ്ങൾ വന്നിരുന്നു. അനുമോൾ PR കൊണ്ടാണ് വിജയിച്ചിരുന്നത് എന്ന പ്രതീതി വന്നു കഴിഞ്ഞു. ഇനി ബിഗ് ബോസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ്. ഒരു തരത്തിൽ 7-ന്റെ പണിയുമായി വന്ന ബിഗ് ബോസിന് 8-ന്റെ പണിയാണ് അനുമോൾ കൊടുത്തിരിക്കുന്നത്. അനുമോൾക്ക് ശക്തമായ PR ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. വരും സീസണുകളിൽ PR ഇല്ലെങ്കിൽ വിജയിക്കില്ല എന്ന ചിന്ത മത്സരാർത്ഥികൾക്ക് വരും. കാരണം അനുമോളും PR-ഉം ആരാധകരും കൂടി നേരിട്ടത് ഈ സീസണിലെ ശക്തരായ മത്സരാർത്ഥികളെയാണ്. ഇനി വരുന്ന സീസണുകളിൽ റിയലായി കളിക്കാൻ മത്സരാർത്ഥികൾ മടിച്ചേക്കും. ഒടുവിൽ അനുമോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 കപ്പ് ഉയർത്തിയിരിക്കുകയാണ്. അനീഷും അനുമോളും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമായിരുന്നു അവസാന നിമിഷം നാം കണ്ടത്. എന്നാൽ വോട്ടിംഗിൽ വളരെ മുന്നിലെത്താൻ അനുവിന് സാധിച്ചു. അനീഷിനെ പരാജയപ്പെടുത്തി അനുമോൾ കപ്പുയർത്തിയതിൽ PR-ന് പങ്കുണ്ടെന്നാണ് പലരും ആരോപിക്കുന്നത്. എന്നാൽ PR മാത്രമല്ല അനീഷിന്റെ തോൽവിക്ക് കാരണം എന്നാണ് ചില ബിഗ് ബോസ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കപ്പെട്ട ഒരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. അനീഷിന് എവിടെയാണ് ഗെയിം വിട്ടുപോയത്? അനുമോളുടെ PR കൊണ്ട് മാത്രം അനീഷ് തോറ്റു എന്ന് പറഞ്ഞ് അനുമോളുടെ വിജയത്തെ കുറച്ചു കാണുന്നവരോട് അനുമോൾക്ക് PR സ്റ്റാർട്ടിംഗ് മുതലേ ഉണ്ടല്ലോ. എന്നിട്ടും അനീഷും അനുമോളും നോമിനേഷനിൽ വന്നപ്പോൾ വോട്ട് ചെറിയ തോതിൽ മുൻതൂക്കം അനീഷിനായിരുന്നു. ചിലത് അനുമോൾക്കും. അന്നേ PR കളി ആയിരുന്നെങ്കിൽ അനീഷിന്റെ ഇരട്ടി വോട്ട് അനുമോൾക്കും കിട്ടിയിരുന്നു. ബിഗ് ബോസ് ഷോ കൊണ്ടുപോയിരുന്ന മെയിൻ കണ്ടന്റ് ആയിരുന്നു അനീഷും അനുമോളും. വലിയ ഗെയിമേഴ്സ് എന്ന് പറയുന്ന അക്ബറും നെവിനുമൊക്കെ ഇവരെ എക്സ്പോസ് ചെയ്യുക എന്നതായിരുന്നു അവരുടെ ഗെയിം. ഇവ ഇല്ലെങ്കിൽ അവർക്ക് അവിടെ കണ്ടന്റ് ഇല്ല, വെറും ടാസ്ക് മാത്രമായി മാറിയിരുന്നു. അങ്ങനെ ഒരു ചെറിയ മുൻതൂക്കം അനീഷിനുണ്ടായിരുന്ന ടൈമാണ് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നത്. അതിൽ തന്നെ അനീഷ് ഡൗൺ ആയി. ഗെയിമിൽ ഒന്നും വലിയ താല്പര്യമില്ലാതെ റിജക്ട് ചെയ്ത കുറ്റബോധത്തിൽ ഇരിക്കുന്ന പോലെയായിരുന്നു. ഈ ഒരു ടൈമിലാണ് പുറത്തായവരുടെ റീഎൻട്രി വരുന്നത്. അവരാണെങ്കിൽ അനുമോളെ ടാർഗറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. അത് അവർ ചെയ്യുകയും ചെയ്തു. അത് അനുമോൾക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടാൻ കാരണമായി. ഇതുകൂടാതെ അനുമോൾക്ക് ഹേറ്റേഴ്സ് പോലും സപ്പോർട്ട് ചെയ്ത ഒന്നായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ ആദില ആൻഡ് നൂറയുടെ പിന്നിൽ നിന്നുള്ള കുത്ത്. ശരിക്കും ഇവിടെയൊക്കെയാണ് ഗെയിം അനീഷിൽ നിന്നും അനുമോളുടെ അടുത്തേക്ക് എത്തിയതെന്നാണ് ചില ആരാധകരുടെ അഭിപ്രായം. കൂടാതെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം, ലാസ്റ്റ് 2 വീക്ക് എടുത്താൽ അനീഷ് സ്ക്രീനിൽ പോലുമില്ല. അനുമോളാണെങ്കിൽ ഫുൾ ടൈം സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം, അല്ലാത്തവർക്ക് PR വിനു അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കാം എന്നാണ് പോസ്റ്റിൽ പറയുന്നത്. നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുമായി എത്തിയത്. റീഎൻട്രിയോടെയാണ് അനീഷിന് തിരിച്ചടിയായത് എന്നാണ് ഒരാളുടെ കമന്റ്. പ്രൊപ്പോസ് ചെയ്തത് അനുമോൾക്ക് ചെറിയ നെഗറ്റീവും അനീഷിന് പോസിറ്റീവുമായെങ്കിലും റീഎൻട്രി സമയത്തെ അനീഷിന്റെ പെരുമാറ്റമാണ് കപ്പ് കളഞ്ഞത് എന്നും പറയേണ്ടി വരും. എല്ലാവരും ക്രൂശിച്ചപ്പോൾ ചെറിയ സപ്പോർട്ടെങ്കിലും കൊടുത്ത അനുമോളെ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടുത്തണമായിരുന്നു. തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഫലത്തിൽ പ്രൊപ്പോസൽ വെറും നാടകമായിരുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി. സ്ക്രീൻ സ്പേസ് തീരെ കുറഞ്ഞു. അനുമോളുടെ ഗെയിം ഇഷ്ടമില്ലാത്തവർ പോലും സഹതാപം കൊണ്ട് അവൾക്ക് വോട്ട് ചെയ്തു. അനീഷ് ആദ്യം എടുത്ത ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പോലല്ല. അവസാന ദിനങ്ങളിലെ അനുമോളുടെ ഒറ്റപ്പെടൽ തികച്ചും ഓർഗാനിക് ആയിരുന്നു എന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. പഴയ ആൾക്കാരുടെ റീഎൻട്രിയും അവർ അനുവിനെ ടാർഗറ്റ് ചെയ്തതും ഏഷ്യാനെറ്റ് എപ്പിസോഡായിട്ട് എയർ ചെയ്തു. അത് കാണുന്നവർ, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ അനുവിനെ സപ്പോർട്ട് ചെയ്തു. റീഎൻട്രി വന്നവർ നോർമലായിട്ട് പോയിരുന്നുവെങ്കിൽ കപ്പ് അനീഷ് കൊണ്ടുപോയേനെ എന്നാണ് മറ്റൊരാൾ കമന്റിൽ കുറിച്ചത്. അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിച്ചപ്പോൾ ഏറ്റവും മികച്ച മത്സരാർത്ഥിയായ അനുമോൾ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തൊട്ടുപിന്നിൽ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അനീഷാണ്. സീസണിന്റെ തുടക്കത്തിൽ രണ്ടുപേരും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടായെങ്കിലും അവസാന നാളുകളിൽ ഇരുവരും സുഹൃത്ത് ബന്ധത്തിന്റെ പാതയിലായിരുന്നു. ഒരു ഘട്ടത്തിൽ അനീഷിന് അനുമോളോട് പ്രണയം തോന്നുകയും അത് തുറന്നു പറയുകയും ചെയ്തു. വിവാഹ അഭ്യർത്ഥന തന്നെ അനീഷ് നടത്തിയെങ്കിലും അനുമോൾ അതിന് തയ്യാറായില്ല.
ഇതിന്റെ പേരിൽ അനീഷ് ആരാധകരുടെ ഭാഗത്തു നിന്നും ചില്ലറ വിമർശനവും അനുമോൾ നേരിട്ടിരുന്നു. എന്നാൽ നേരെ മറുവശത്ത് നിന്ന് ഉയർന്ന വാദം അനീഷിന് അനുമോളോടുള്ള നിങ്ങളുടെ പ്രണയം വെറും ഗെയിം ആയിരുന്നു എന്നാണ് ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത്. അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: കുറച്ചു ദിവസങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം തോന്നുന്നതും ഇഷ്ടം ഉണ്ടാകുന്നതും സ്വാഭാവികമാണ്. പക്ഷേ പ്രൊപ്പോസൽ കഴിഞ്ഞ ശേഷം അനീഷിന്റെ പെരുമാറ്റം എന്തായിരുന്നു? നിങ്ങൾ പ്രൊപ്പോസ് ചെയ്താൽ തന്നെ അവർ ഉടനെ ഓക്കെ പറയണോ? അവർക്ക് ചിന്തിക്കാൻ സമയം കൊടുക്കുകയോ അവരുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാവുകയോ വേണ്ടേ? അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും നിങ്ങൾ നിന്നില്ല. അതിനുശേഷം നിങ്ങൾ ദേഷ്യപ്പെട്ട് നടക്കുകയും പിണങ്ങി നടക്കുകയും ചെയ്തു. ആദ്യ വീക്ക് മുതൽ 12ാം വീക്ക് വരെ വോട്ടിംഗ് നോക്കിയാൽ അനുമോളും അനീഷും ഏകദേശം സമാനമായ നിലയിലായിരുന്നു. ചെറിയ ഏറ്റക്കുറച്ചിലുകൾ മാത്രം. എന്നാൽ 13ാം വീക്കിൽ നിങ്ങൾ പ്രൊപ്പോസ് ചെയ്ത ആ വീക്കിൽ തന്നെ നിങ്ങളുടെ വോട്ടുകൾ അനുമോളിനേക്കാൾ ഗണ്യമായി താഴേക്ക് പോയി. ഫൈനൽ വീക്കിൽ എക്സ് കണ്ടസ്റ്റൻസ് തിരിച്ചെത്തിയപ്പോൾ അനുമോളിനെതിരെ കൂട്ടായ ആക്രമണം നടന്നു. അപ്പോൾ നിങ്ങൾ ഇടപെട്ടില്ല. ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവളെ ആശ്വസിപ്പിക്കുക പോലും ചെയ്തില്ല. മനസ്സിൽ ഇഷ്ടം തോന്നിയ ഒരാളോട് സ്വിച്ച് ഓഫ് ചെയ്ത പോലെ നിസ്സംഗമായി നിൽക്കാൻ എങ്ങനെ സാധിക്കും? മാത്രവുമല്ല, പുറത്തിറങ്ങിയപ്പോൾ നൽകിയ ഓവർ കോൺഫിഡൻസ് കാരണം അവസാന വീക്കിൽ നിങ്ങൾ ഗെയിം പോലും കളിച്ചില്ല. എന്തായാലും അനുമോളോടുള്ള നിങ്ങളുടെ പ്രണയം വെറും ഗെയിം മാത്രമായിരുന്നു. അതേസമയം ബിഗ് ബോസ് സീസൺ 7 വിജയ് അനുമോളെ കുറിച്ച് പലതരം ചർച്ചകളും ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അനുമോൾക്ക് വേണ്ടി പെയ്ഡ് PR വർക്ക് ചെയ്തോ എന്നതാണ്. എന്നാൽ അത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വിനു തന്നെ പറയുന്നുണ്ട്. അനുമോൾ തനിക്ക് നൽകിയ പണം തെളിവായി കാണിച്ചുകൊണ്ടാണ് വിനുവിന്റെ പ്രതികരണം. അനുവിന് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു അറിവുമില്ലെന്നും ഫോൺ എടുത്ത് കമന്റുകളും തെറ്റുകളും ഒക്കെ ഇപ്പോഴാണ് നോക്കുന്നത് എന്നും വിനു പറയുന്നുണ്ട്. 50,000 രൂപയോ 1 ലക്ഷം രൂപയോ തന്നു എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. പെയ്ഡ് PR വർക്കൊന്നും അനുമോൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല. അനുവിന്റെ വിജയം ബിഗ് ബോസ് ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. കാരണം മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ 2ാമത്തെ ലേഡി വിന്നറാണ് അനുമോൾ. ആണുങ്ങൾ മാത്രം ജയിക്കുന്ന ഒരു ഷോയിൽ ഒരു പെണ്ണ് ജയിക്കുന്നത് ചരിത്രമാണ്. എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ടെന്നും വിനു കൂട്ടിച്ചേർത്തു. വിമർശനങ്ങൾ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും വാദിച്ചു ജയിക്കാൻ സാധിക്കും. അതിനാൽ വിമർശനങ്ങൾ ആരോഗ്യകരമായ ചർച്ചകൾക്ക് വഴിതെളിയിക്കണം. ഡീഗ്രേഡിംഗ് ലെവലിലേക്ക് പോകാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ബിഗ് ബോസ് ഒരു കണ്ണാടി പോലെയാണ്. അവിടെ ഓരോ വ്യക്തികളും ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മളുടെ ജീവിതവുമായി റിലേറ്റ് ചെയ്യാൻ പറ്റും. ലാലേട്ടൻ പറഞ്ഞതുപോലെ നമ്മളെ തന്നെ ആ കണ്ണാടിയിൽ കാണാൻ സാധിക്കും. അതുപോലെ തനിക്ക് ലഭിച്ച പ്രതിഫലം കൈനീട്ടം പോലെ അനുമോൾ തന്നതാണെന്നും വിനു വ്യക്തമാക്കുന്നുണ്ട്. അനുമോൾ ആകെ തന്ന കാശ് ഇതാണെന്നും ഇതൊരു പെയ്ഡ് PR വർക്ക് അല്ലെന്നും വിനു പറയുന്നുണ്ട്. എല്ലാവർക്കും ചെയ്യുന്നത് പോലെ പേജ് മാനേജ്മെന്റും കുറച്ചു കഴിഞ്ഞ് ഫാൻ ഗ്രൂപ്പ്സും വീഡിയോ എഡിറ്റിംഗും മാത്രമാണ് ചെയ്തത്. ഇതിലൊരു ഹെവി PR വർക്കൊന്നും ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അനീഷ് നല്ലൊരു ഫൈറ്റർ ആയിരുന്നു. റണ്ണർ അപ്പിനേക്കാളും 15-16% കൂടുതൽ ഭൂരിപക്ഷം അനുമോൾക്കുണ്ടായിരുന്നു. സൈബർ അറ്റാക്കുകൾക്കെതിരെ ഒരു വാശി ഉണ്ടായിരുന്നു. ആ വാശിപ്പുറത്ത് ചെയ്ത വർക്കാണിത്. വലിയ PR വർക്കൊന്നും ചെയ്തിട്ടില്ല. അവിടെ സ്വീകരണം വെച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു വിനുവിന്റെ മറുപടി.